ഇങ്ങനെ പദ്ധതി തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ പദ്ധതിയുടെ ആരംഭം അത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ ഈ കൊലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട മുളയങ്കാവിൽ അല്ലെങ്കിൽ കൊലിക്കല്ലൂരിൽ നിന്ന് തന്നെ ആവണം എന്ന് ആഗ്രഹിച്ച ഈ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മോത്സുകരായിട്ടുള്ള പ്രവർത്തകർ, പ്രിയപ്പെട്ട സുഹൈലിന്റെയും അതുപോലെ തന്നെ സാദിഖിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും അതിന് തുടക്കം കുറിക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞപ്പോ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അത് അംഗീകരിക്കുകയും അതിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ വെച്ച് നടക്കുകയും ചെയ്യുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. അതിന്റെ ഈ ഉദ്ഘാടന ചടങ്ങ് വർണ്ണാഭമായി നടത്താൻ, പ്രത്യേകിച്ചും സ്വന്തം നാട് വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ ആശുപത്രികളിൽ എത്തുന്ന ഘട്ടത്തിൽ രക്തം കിട്ടാതെ പ്രയാസപ്പെടുകയും അതിന്റെ പേരിൽ എത്രയോ ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സമയവും നമ്മുടെ മുന്നിലൂടെ കടന്നുപോകും. ആ സമയത്തെല്ലാം അവർക്ക് രക്ഷയായി അവരുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് രക്തദാന ബോധവൽക്കരണ ക്യാമ്പയിൻ കൂടെ നടത്തിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ഇത് ഏറ്റെടുക്കുന്നത്. നമ്മൾ അറിയേണ്ടത്, നമ്മൾ രക്തം കൊടുക്കുമ്പോൾ, നമ്മുടെ രക്തം മറ്റൊരാൾക്ക് വേണ്ടി സ്വീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് രോഗത്തിൽ നിന്ന് മുക്തരാണ് എന്നുള്ളത്, അതാണ് അതിന്റെ ഏറ്റവും വലിയ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമ്മൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ, അതോടൊപ്പം തന്നെ HIV പോലുള്ള മാരക രോഗം പിടിപെട്ടാൽ, മറ്റു പല രോഗങ്ങളും പിടിപെട്ടാൽ ഒരാളുടെ രക്തം മറ്റൊരു രോഗിക്ക് വേണ്ടി സ്വീകരിക്കപ്പെടുകയില്ല. നമ്മൾ രക്തദാനത്തിൽ പങ്കുചേർന്ന് എന്റെയും നിങ്ങളുടെയും രക്തം സ്വീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ഒത്തിരി രോഗങ്ങളിൽ നിന്ന് മുക്തരാണ് എന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ്. മാത്രവുമല്ല, രക്തം നൽകുന്നതോടുകൂടെ ഒരുപാട് രോഗങ്ങൾ, സ്ട്രോക്ക്, പക്ഷാഘാതത്തിൽ നിന്ന് ഉൾപ്പെടെ, ഹൃദയാഘാതം ഉൾപ്പെടെ ഒട്ടേറെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് അത് ആരോഗ്യ പരിരക്ഷ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രക്തദാനത്തിൽ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകൾ പലപ്പോഴും നമുക്കറിയാം, ഇവിടെ പോസിറ്റീവും നെഗറ്റീവുമായ ഗ്രൂപ്പുകളാണുള്ളത്. ഒരു മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു അപകടം സംഭവിച്ച് രോഗിയെ കൊണ്ടുവന്ന് ആ അപകടത്തിന്റെ കാരണക്കാർ തമ്മിൽ വലിയ തർക്കം നടക്കുകയാണ്. ഹോസ്പിറ്റലിന് മുറ്റത്ത് വലിയ ആൾക്കൂട്ടം, ചികിത്സിക്കാൻ അല്പം നേരം വൈകി എന്ന് പറഞ്ഞ് ഡോക്ടറൊക്കെ വലിയ രീതിയിൽ അസഭ്യം പറഞ്ഞ ഒരു പറ്റം യുവാക്കൾ. ആ കൂട്ടത്തിൽ ഇവരെങ്ങനെ പിരിച്ചുവിടും എന്നറിയാതെ നിൽക്കുമ്പോൾ ഒരു ഡോക്ടർ വന്നുകൊണ്ട് പറഞ്ഞു, ഈ രോഗിക്ക് വേണ്ടി 20 കുപ്പി AB പോസിറ്റീവ് ബ്ലഡ് വേണം. അത് പറഞ്ഞ് ഡോക്ടർ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ആ മുറ്റത്ത് നേരത്തെ 100 ആളുകൾ ഉണ്ടായിരുന്നു. ഈ രക്തം ആവശ്യപ്പെട്ടതിനു ശേഷം അവരുടെ എണ്ണം ഒരു 10-20 ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പം രക്തം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു പ്രയാസമുള്ള ഒന്നാണ് എന്നുള്ള രീതിയിലാണ് നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ചില ആളുകളുടെ ധാരണ, രക്തം ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആരോഗ്യപരമായി അല്ലെങ്കിൽ രക്തക്കുറവ് സംഭവിക്കുമെന്നുള്ള. നമുക്ക് നമ്മുടെ ശരീരത്തിൽ 6 ലിറ്റർ രക്തം ദിവസവുമുണ്ട്. അതിൽ നിന്ന് ഒരു തവണ രക്തം കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തവണ എടുക്കുന്നത് 300 മില്ലി മാത്രമാണ്. അത് 24 അവേഴ്സ് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ആ രക്തം തിരിച്ചെത്തും, പുതുരക്തമായി തിരിച്ചെത്തും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. അതുകൊണ്ട് രക്തം കൊടുക്കുമ്പോൾ നമുക്ക് ശാരീരികമായി തളർച്ച സംഭവിക്കും. ആദ്യ പുസ്തകത്തിലൂടെ തന്നെ വായനക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ പി ഇസ്മയിൽ, ആദരണീയനായ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആശങ്കയോടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരാശങ്കയും വേണ്ട, 15,000-നും 20,000-നും ഇടക്ക് UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും എന്ന് പറയാനുള്ള രാഷ്ട്രീയ പാഠവുമുള്ള മരക്കാർ മൗലവി മാരായമംഗലം, ഈ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇതിൻ്റെ ചുമതലയുള്ള CK മുഹമ്മദ് അലി, പ്രിയപ്പെട്ട ഗഫൂർ കോൽക്കളത്തിൽ, മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പോഷകഘടകങ്ങളുടെയും ബഹുമാന്യരായ നേതാക്കന്മാർ,
ഈ കുലുക്കല്ലൂരിൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ വെച്ച് നടത്തണം എന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ ഇവിടെ രക്തം ദാനം ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത 80ഓളം വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ പാർട്ടിയുടെ കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം രക്തം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ രക്തദാനമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് രക്തദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഏവർക്കും ഒഴുകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗവും വളരെ ചുരുങ്ങിയ രീതിയിൽ അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുകയാണ്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് തുടങ്ങി ഒക്ടോബർ 14 വരെ നീണ്ടു നിൽക്കുന്ന, ജൂൺ 14 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിക്കാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ 50,000 ആളുകളുടെ രക്തം ദാനം ചെയ്യാനാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. കേരളത്തിലെ യുവജന സംഘടനകളെ എടുത്തു പരിശോധിക്കുമ്പോൾ ജീവനെടുക്കുന്ന സംഘടനകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആ സംഘടനയുടെ ഭാരവാഹി ജീവനെടുക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവനാണ്, അതിൽ പ്രതിയാണ്, കൊലക്കേസിൽ പ്രതിയാണ്. അങ്ങനെ യുവജന സംഘടനകളെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ കേരളത്തിൽ നടക്കാറുണ്ട്. എന്നാൽ യുവജന സംഘടനകളുടെ ഉത്തരവാദിത്വം ആരുടെയും ജീവൻ എടുക്കാനല്ല. ബിയർ പാർലറുകളും വൈൻ പാർലറുകളും IT പാർക്കുകൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഈ IT പാർക്കും ബിയർ പാർലറും വൈൻ പാർലറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് എനിക്കറിയില്ല. ചെറുപ്പക്കാർക്ക് ഇത് ആവശ്യമാണ് എന്ന് സർക്കാർ തന്നെ തീരുമാനിക്കണം. യുവത്വത്തെ ലഹരിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നാട് ഭരിക്കുന്ന ഭരണകൂടം തീരുമാനിക്കുമ്പോഴാണ് അതിനെതിരെ വലിയ പോരാട്ടവുമായി നമ്മൾ രംഗത്തിറങ്ങേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഉണ്ടാകുന്നത്. ആ ലഹരിയെ നേരായ വഴിയിലേക്ക് തിരിച്ചുവിടണം. ഒരു മനുഷ്യന് രക്തം കൊടുക്കുന്നതാണ് മറ്റെല്ലാ ലഹരിയേക്കാളും എനിക്ക് ആനന്ദം പകരുന്നതെന്ന് ചെറുപ്പക്കാർ തിരിച്ചറിയണം. ഒരാളെ സഹായിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ലഹരി കിട്ടുന്നത് എന്ന് ചെറുപ്പക്കാർ തിരിച്ചറിയണം. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ, മദ്യം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. ആ ലഹരിയുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. എന്നാൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു രോഗിക്ക് രക്തം കൊടുത്താൽ അവന്റെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രക്തം കൊടുക്കുന്ന മനുഷ്യന് ഒരു ആനന്ദം കിട്ടും എന്ന തിരിച്ചറിവാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകേണ്ടത്. മനുഷ്യരെ സഹായിക്കുന്ന ലഹരിയിലേക്ക് വഴി തിരിച്ചുവിടാനാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു പദ്ധതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. രക്തദാനം മാത്രമല്ല, ഇവിടെ നേരത്തെ എന്നെ ഒരു സുഹൃത്ത് കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. അദ്ദേഹം ഇതിന്റെ വേണ്ടി ഒരുപാട് ക്യാമ്പയിൻ നടത്തുന്ന ആളാണ്. വേറെ ഒരു സ്ഥലത്ത് നിന്ന് യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കേട്ട് വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രക്തം മാത്രമല്ല, അവയവദാനത്തെ കുറിച്ച് ലക്ഷക്കണക്കിന് രോഗികളാണ് കേരളത്തിൽ കിഡ്നി തകർന്ന് ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര സ്ഥലത്താണ് നമ്മൾ CS സെന്ററിന്റെ ഡയാലിസിസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ശിഹാബ്ദങ്ങളുടെ പേരിൽ എത്ര സ്ഥലത്താണ് ഡയാലിസിസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഈ കിഡ്നി കൊടുക്കാൻ കഴിയുന്നില്ല പലർക്കും. കാരണം തെറ്റിദ്ധാരണകൾ, മതപരമായിട്ടുള്ള കുറെ വിലക്കുകൾ പോലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ഡിതന്മാർ അതേക്കുറിച്ച് പുനഃചിന്തനം നടത്തട്ടെ. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇത്തരം സംവിധാനങ്ങൾ എങ്ങനെ നമുക്ക് മതപരമായ വീക്ഷണത്തിൽ കൂടി ചെയ്യാൻ സാധിക്കുമെന്ന ആലോചനകൾ നടക്കേണ്ട ഒരു കാലമാണ്. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുന്ന
വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. മരണാനന്തരം അവയവദാനം ചെയ്യാൻ പാടില്ല എന്ന വിശ്വാസപരമായി അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട CP മുഹമ്മദ് അലി, വേദിയിലുള്ള പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹപ്രവർത്തകന്മാർ, സഹോദരന്മാർ, സഹോദരിമാരെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ആ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ഭയപ്പെടുന്ന ഒരു കാലത്ത് ആ പാർട്ടിയിലുള്ളവർ തന്നെ വിശ്വസിക്കാത്ത കാലത്ത് മുസ്ലിം ലീഗ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ വരെ വളരെ രഹസ്യമായി അടക്കി പറയുന്ന ഒരു യാഥാർത്ഥ്യം ലീഗ് ഒരു സംഭവം തന്നെയാണ് എന്നാണ്. ആ ലീഗ് ഒരു സംഭവം തന്നെയാണ് എന്ന് ലീഗുകാരെക്കാൾ ഉപരി ലീഗ് വിരുദ്ധരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് ലീഗിൻ്റെ പിന്നിട്ട നാൾ വഴികളിൽ സാധിച്ചത് ലീഗിൻ്റെ യുവജന സംഘടനകളുടെ, പോഷക സംഘടനകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഭവന നിർമ്മാണ രംഗത്തും ഏർപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അതിന്റെ തുടക്കമാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഈ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ വെച്ച് നിർവഹിക്കുന്നത്. ജൂൺ 14-ാം തീയതി 50,000 ആളുകളുടെ രക്തം ഞങ്ങൾ ദാനം ചെയ്തു എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ ഞാൻ കുലുക്കല്ലൂർ പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളോട് പറയട്ടെ, നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഇതിന്റെ തുടക്കം ഞങ്ങളുടെ പഞ്ചായത്തിലാണ് നിർവഹിച്ചത്, ഞങ്ങളാണ് ഇതിന്റെ തുടക്കക്കാരെന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി എക്കാലവും ഓർമ്മിക്കാൻ കഴിയും എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന് തയ്യാറായ കുലുക്കല്ലൂർ പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളെ, ഇതിന്റെ സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾ, മണ്ഡല യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ അടക്കമുള്ള ഒട്ടേറെ ആളുകൾ ഇതിന്റെ ഈ ഒരുക്കത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരെയും യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംസാരിക്കുന്നതിന് ശേഷം അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ